നമസ്കാരം. ധനു സ്പേസ് എല്ലാവർക്കും സ്വാഗതം. 2025 ചോദിച്ചിട്ടുള്ള കേരള PSCയുടെ പരീക്ഷയായ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ കം ഡ്രൈവർ തസ്തികയിൽ നിന്നും ഉള്ള ചോദ്യങ്ങളാണ്. ഇതിൻ്റെ GK പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 89/2025 ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, APO, പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ, ഈവൻ ഡിഗ്രി ഫിലിംസിൻ്റെ പോലും സിലബസ് അയച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഓപ്ഷൻ എ ബ്രിട്ടീഷുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി പോർട്ടുഗീസുകാർ. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ആൻസർ നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ സി ഡച്ചുകാർ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു 1741 കുളച്ചിൽ യുദ്ധം. നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സൺ യാറ്റ്സൺ, ചിയാങ് കൈഷക്, യുയാൻ ഷിക്കായ്, മാവോ സേതുങ്. ആൻസർ ഓപ്ഷൻ ഡി മാവോ സേതുങ്. ചൈനയിലെ ലോങ് മാർച്ച്, ചൈനയിലെ ലോങ് മാർച്ച് മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ആൻസർ അതായിരിക്കണം. ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടൻ. ഓപ്ഷൻ ബി ബ്രിട്ടൻ ആണ് ആൻസർ. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ആൻസർ ഏതാണ്? ബ്രിട്ടനാണ്. നെക്സ്റ്റ് ചോദ്യം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേൽ സമ്മേളനം ഏതായിരുന്നു? 1, 2, 3, 1, 3. ഇതിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേൽ സമ്മേളനം ഏതായിരുന്നു? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ബി രണ്ടാം വട്ടമേൽ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേൽ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേൽ സമ്മേളനം. അടുത്ത ചോദ്യം. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്? ഓപ്ഷൻസ് ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രസീൽ. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം എവിടെയാണ്? ബ്രസീലിലാണ്. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം എവിടെയാണ്? ബ്രസീലിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന വായിക്കാം. ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഓക്കെ, ആൻസർ ഒന്നുകൂടി പറയാം. നമുക്ക് ശരിയായ ഉത്തരം ഒന്നുകൂടി പറയാം. ശിലകളുടെ അത് തെറ്റെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് 2, 3, 4. ഓക്കെ, ഒന്നുകൂടെ. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. നെക്സ്റ്റ്, ടോപ്പോസ്ഫിയറിൽ ഏറ്റവും ഉയരം കൂടുതലെന്ന ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. അത് നമുക്കറിയാവുന്ന ഫാക്റ്റ്. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ശരിയല്ലേ? സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, റിമെമ്പർ, ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? എപ്പോഴും പ്രസ്താവനകൾ മുഴുവൻ നമുക്ക് വായിക്കണം. പ്രസ്താവന 1. മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ്. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ. തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? നമുക്ക് അതിന് ഏതൊക്കെ ആൻസർ പറയാം? ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 പ്രസ്താവനകളും
തെറ്റാണ്. ഇന്നവർ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ. പക്ഷെ ഇവിടെ 1, 2, 3 പ്രസ്താവനകൾ തെറ്റാണല്ലേ. ശരിയായത് മാത്രമേ ഉള്ളൂ. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുക. നമുക്കറിയാം. അപ്പോൾ ആ ഫാക്ടറി ബാക്കി നമുക്ക് അത്ര അറിയാത്തില്ല അല്ലേ. ഇതിനെക്കുറിച്ച് ഇൻ്റർ കൺവെൻഷന് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കറക്റ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഫാക്ടറുകൾ തെറ്റാണെന്നുള്ളതാണ് ശരി. ഓക്കെ, നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് ചോദ്യം. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻസ്: കോറിയോലിസ് ബലം, വേലി ബലം, കർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ബി, വേലി ബലം അല്ലേ. വാവു, വേലി ബലം. വേലി ബലമാണ് കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ. അതാണ് വേലി ബലം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോഴും പ്രസ്താവന വായിക്കാം. റായ്പൂർ ജാർഖണ്ഡ് തലസ്ഥാനമാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 37% പ്രദേശം വനങ്ങളാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നമുക്ക് ആൻസർ എന്താ പറയാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവന അല്ലേ. അതായത് 1, 4 പോട്ടെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട വീട്ടിൽ വന്ന് ശരികൾ മാത്രം നോക്കിപ്പോകാം ഇപ്പം. ഓക്കെ, ഏതൊക്കെയായിരുന്നു? 2ആണ് അല്ലേ. 2ഉം 3ഉം ശരിയെന്നാണ് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് പോവാം. പാമ്പാർ കിഴക്കോട്ടുള്ള നദി നമുക്കറിയില്ല. പാമ്പാറും ഭവാനി നമുക്കറിയാവുന്ന. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഓക്കെ, ഫാക്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ആൻസർ കൊടുത്തതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഏതാണ്? സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? ചൈന, ജപ്പാൻ, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജപ്പാൻ്റെയാണ് സ്ലിം മിഷൻ. ഓക്കെ, സോറി, ജപ്പാൻ്റെയാണെന്ത് സ്ലിം മിഷൻ. ജപ്പാൻ്റെതാണ് സ്ലിം മിഷൻ അല്ലേ. സ്ലിം മിഷൻ ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ്. സ്ലിം മിഷൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻസ്: KN രാജ്, അമർത്യ സെൻ, VKRV റാവു, M കുഞ്ഞാമൻ. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഓക്കെ, KN രാജ്. ഹാരോ ഡോമർ മോഡൽ. KN രാജ്. നെക്സ്റ്റ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? വർഷം നോക്കുക. 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ്: ഗ്രാമീണ ബാങ്ക്, സ്വയം സഹായ സംഘം, നബാർഡ്, കുടുംബശ്രീ. ആൻസർ ഓപ്ഷൻ സി, നബാർഡ്. വർഷം നോക്കാൻ പറഞ്ഞത് അതിനാണ്, നബാർഡ്. ഓക്കെ, ആൻസർ നബാർഡ്. നെക്സ്റ്റ് ചോദ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1, 3, 5 ഇതൊന്നുമല്ല അല്ലേ. ഏതാണെന്ന് നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി ഭക്ഷണം, നീതി ഇവയെല്ലാം കൂടി ലക്ഷ്യങ്ങളാക്കി വന്നൊരു പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അല്ലേ. ഉപാധ്യക്ഷൻ ഇപ്പോഴും ആര് തന്നെയാണത്? സുമൻ ബെറി. മാറിയെന്നൊരു സംശയം അല്ലേ. ഇല്ല, സുമൻ ബെറി തന്നെയാണ് ഇപ്പോഴും. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. ഓക്കെ അല്ലേ, സുമൻ ബെറിയാണ്. ഓക്കെ, സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. ഓക്കെ, ഉപാധ്യക്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് അല്ലേ. അതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഇതെല്ലാമാണ്. ഓക്കെ, ആൻസർ എന്താണ്? ഇതെല്ലാം എന്ന് വെച്ചാൽ ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ
ആശ്രയത്വം ഇല്ലാതായി. ഇതെല്ലാം കൂടി എന്താണ്? ഹരിത വിപ്ലവത്തിൽ നട്ടു അല്ലേ? ഹരിത വിപ്ലവത്തിൽ പറഞ്ഞ ശരിക്കും എന്താണ് അല്ലേ? കാർഷിക വിപ്ലവങ്ങളുടെ പുരോഗമനമായിരുന്നു അവിടെ വന്നില്ലേ? പ്രധാനമായിട്ടും ഗോതമ്പ് അവിടെ കൂടുതലായിട്ടും വർദ്ധിച്ചു വന്നത്. ഹരിത വിപ്ലവം മീൻസ് കാർഷിക വിപ്ലവം എന്നുകൂടി മനസ്സിൽ വരണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ നമുക്കറിയാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരികില്ല. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതൊക്കെ കടമെടുത്തിട്ടുണ്ട് അവർ? ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയത് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? ഭരണഘടനാ പുനരവലോകനം, പിന്നെയോ സ്വതന്ത്ര നീതിന്യായ സംവിധാനവും നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടം വാങ്ങിയിട്ടുള്ളത്. ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതിന്യായ സംവിധാനവും നമ്മൾ കടം വാങ്ങിച്ചിട്ട് ഇവിടുന്ന് അമേരിക്കൻ ഭരണഘടന നമ്മൾ കടം ഇല്ല, നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ കടം വാങ്ങിച്ചാണ് അല്ലേ? നല്ലതാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തോടുന്ന് കടമെടുത്തു. ഭരണഘടനാ പുനരവലോകനം എന്ന് പറയുന്നതും പിന്നെന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമ്മൾ എന്ത് ചെയ്തു? അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ട് അമേരിക്കയിൽ നിന്നും കടം വാങ്ങിച്ചു. ഓക്കെ, പൈസ കടം വാങ്ങിക്കണോ? അല്ല, ഇത് അതിൻ്റെ പോളിസീസ്, അതിൻ്റെ നയങ്ങൾ നമുക്ക് തൃപ്തികരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം സ്വതന്ത്ര നീതിന്യായ സംവിധാനവും അതുപോലെ ഭരണഘടനാ പുനരവലോകനവും നമ്മൾ ഇന്ത്യൻ ഭരണഘടന അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഭരണഘടനയിലുള്ള ഈ രണ്ട് പ്രസ്താവനയുടെ കാര്യങ്ങളില്ലേ? നമ്മളിന്ന് വാങ്ങിച്ച എവിടുന്ന് കടമെടുത്ത് നമ്മൾ അമേരിക്കക്കാരിൽ നമ്മൾ കടമെടുത്തു അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, ഹൈക്കോടതികളുടെ റിട്ട് അധികാരം ഏതാണ്? ഹൈക്കോടതി റിട്ട് അധികാരം പറയുന്നത് അനുച്ഛേദം ഏതാണ് അല്ലേ? ഏതനുച്ഛേദം? ഒറ്റ വാക്ക് നമുക്ക് ഉത്തരം വേഗം എഴുതാൻ കഴിയും. ആൻസർ ഓപ്ഷൻ എ 226 ഹൈക്കോടതി റിട്ട് അധികാരം. ഓക്കെ, 226. റിട്ട് ഓർക്കുമ്പോൾ ഇട്ടയല്ല 220 ഉണ്ട്, 2 പ്രാവശ്യം ഇട്ട 226 എന്ന് ഓർക്കണം. നെക്സ്റ്റ്, മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി 73, 44, 42, 74. ആൻസർ ഓപ്ഷൻ സി 42 ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ്? 42 ഭേദഗതിയാണ്. 42 ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. എയും ഡിയും ഉണ്ട്. ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, എന്നാൽ വോട്ട് പാർട്ടിക്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി കേട്ടോ, എയും ഡിയും ആണ്. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണമെന്നുള്ളതാണ് എന്ത്? ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയാം. എന്നാൽ നമ്മുടെ വോട്ട് പാർട്ടിക്ക് എന്ന സംഭവമാണ് നമുക്ക് കൊടുക്കാൻ വോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്ത താഴെ പറഞ്ഞ ഏതൊക്കെയാണ് അല്ലേ? ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം, മായം ചേർക്കൽ. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഉൾപ്പെടാത്തതാണ് അല്ലേ? പെടാത്തതാണ്. നമുക്കറിയാം തൊഴിൽ സംഘടനകൾ അതുപോലെ തന്നെ മായം ചേർക്കലും എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? തൊഴിൽ സംഘടനകളും മായം ചേർക്കലും കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവയാണ്. നെക്സ്റ്റ് ഒരു ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അടുത്തത് 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? തീം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണ്. ഓക്കെ, 21 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ് കേട്ടോ, അതാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. നെക്സ്റ്റ് ചോദ്യം, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? ഓപ്ഷൻസ് കെ കരുണാകരൻ, സി അച്യുത മേനോൻ, പി കെ വാസുദേവൻ നായർ, ഇ കെ നായനാർ. വർഷം ഏതാണ്? 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആൻസർ നമുക്കെന്തറിയാം? സി അച്യുത മേനോനായിരുന്നു. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുത മേനോൻ ആയിരുന്നു. ഓക്കെ, 75 കാലം നോക്കുക. നെക്സ്റ്റ്, കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? ആൻസർ 11 പേരാണ് ADSൽ വരിക.
നെക്സ്റ്റ് ചോദ്യം, 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ആൻസർ തളിപ്പറമ്പാണ്. നെക്സ്റ്റ് ചോദ്യം, ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആൻസർ ഏതാണ് നമുക്കറിയാം. ആൻസർ ഏതാണ്? ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? രോഗം മന്ത്, മലേറിയ, വട്ടച്ചൊറി, ന്യൂമോണിയ എന്നിവയുണ്ട് അല്ലേ. അതിൽ ആൻസർ എന്താണ്? വട്ടച്ചൊറിയാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് കൊതുകിനെയൊക്കെ ഓർക്കാം. മന്തും മലേറിയയും ന്യൂമോണിയൊക്കെ വരും. വട്ടച്ചൊറിയാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന എന്ത് രോഗമെന്ന് പറയാം, ഫംഗസ്. നെക്സ്റ്റ് ചോദ്യം, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻസിൽ സെറിബ്രം, തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, സെറിബ്രം എന്നിവയുണ്ട്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെറിബെല്ലം. അതായത് പേശി പ്രവർത്തനം ശരീര തുലനനില പാലിക്കുന്നതാണെന്ത്? ഈ സെറിബെല്ലം എന്ന് പറയില്ലേ. പേശി മീൻസ് മസിൽസ്, നമ്മുടെ മസിൽസ് ഇല്ല. അപ്പം പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് അതായത് സെറിബെല്ലം. അപ്പോൾ മദ്യം കഴിക്കുന്ന ആൾക്കാർ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സെറിബെല്ലത്തിലേക്കാണ് അഫക്റ്റ് സ്വാധീനിക്കപ്പെടില്ലേ. അതുകൊണ്ട് തന്നെ മദ്യം കഴിച്ച് കഴിയുമ്പോൾ അതുകൊണ്ടൊന്ന് സംഭവിക്കുന്നവർ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന അവസ്ഥ, കൺട്രോൾ പോകത്തില്ല, നേരെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പം ഏറ്റവും കൂടുതൽ മദ്യം അഫക്റ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് അഫക്റ്റ് ചെയ്യുന്ന ആദ്യം സെറിബെല്ലത്തേക്ക് കയറി പിടിക്കില്ല. അവിടുന്ന് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തലച്ചോറിലേക്കല്ലേ പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സെറിബെല്ലം അങ്ങ് കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ ആടുന്നത്. അപ്പം അതാണ് പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ തുലനനില പാലിക്കാൻ അല്ലേ, ബാലൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന സെറിബെല്ലമാണ് എപ്പോഴും. മദ്യം കുടിച്ചത് ആരും ഓർത്ത് കഴിയുമ്പോൾ സെറിബെല്ലം തെറ്റത്തിൽ ഒരിക്കലും. പിന്നെ ദെൻ സെറിബ്രം എന്ന് പറയുമ്പോൾ എന്താ? ഇനി സെറിബ്രം എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ ഭൂരിഭാഗം വരുന്ന ഭാഗം എന്താണ്? സെറിബ്രമാണ് അല്ലേ. നമ്മുടെ കാഴ്ച, കേൾവി, ഓർമ്മ, ബുദ്ധിശക്തി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രം എന്ന ഭാഗം അല്ലേ. തലച്ചോറ് എടുത്ത് നമുക്ക് ഏറ്റവും ഭൂരിഭാഗം ആര് വരികയുള്ളൂ? ഈ സെറിബ്രമാണ് വരിക. ബാക്കി താഴെ കുഞ്ഞു ഭാഗം ഇതാണ്, നട്ടലിൻ്റെ താഴേക്ക് പോകുന്നത് അല്ലേ. കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണെന്ത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമ്മുടെ ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് കേട്ടോ. അനൈച്ഛിക പ്രവർത്തനമാണത്. നമ്മുടെ കൺട്രോളിലല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ. അപ്പോൾ സെറിബെല്ലം എന്താണ്? സെറിബെല്ലം എന്ന് പറയുമ്പോൾ എന്താണ്? തുലനനില ബാധിക്കില്ലേ, ചെറിയ ഭാഗം. ഇത് സെറിബ്രം ലാർജ് ഭാഗം, ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗം ഇല്ല, ഇങ്ങനെ വല പോലെ കുഞ്ഞു ഭാഗമാണ് സെറിബെല്ലം. ആ സെറിബെല്ലത്തെ എന്താണ് ഈ മദ്യം കുടിച്ചതിന് എഫക്റ്റ് ചെയ്യുമ്പോൾ ശരീര തുലനനില പോകുന്നു. അത് ഓർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന സാധനമാണ് സെറിബെല്ലം എന്ന്. വെള്ളം തുലനനില എന്ന് ഓർത്താലും മതി അല്ലേ, വെള്ളം. ഓക്കെ, അപ്പോഴും എഴുതാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? റെറ്റിനോൾ. ആൻസർ ഓപ്ഷൻ ബി, വിറ്റാമിൻ എ. റെറ്റിനോൾ അല്ലേ, വിറ്റാമിൻ എ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മധ്യപ്രദേശ്. ചോദ്യം ഒന്നുകൂടി, AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇനിയുള്ളത് ഏറ്റവും ഉയർന്ന വിശിഷ്ടതാപധാരിതയുള്ള ജലത്തിൻ്റെ പേരെന്താണ് അല്ലേ. സയൻസ് ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ജലത്തിൻ്റെ പേരെന്താണ്? ജലം തന്നെയിൽ ഏറ്റവും ഉയർന്ന ജലമാണ്. ഏറ്റവും ഉയർന്ന വിശിഷ്ടതാപധാരിത കാണിക്കുന്ന ആർക്കാണ്? ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? അൾട്രാ വയലറ്റ് മേഖലയാണ്. ലൈമൺ ശ്രേണി കാണപ്പെടുന്ന അൾട്രാ വയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണെന്ന് ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ആരാണത്? അരീനിയസ് ആണ്. അരീനിയസ് എന്ന വ്യക്തിയാണ്. അരീനിയസ്. കാർബണിൻ്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ്? കാർബൺ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, ഗ്രാഫൈറ്റ് ആണ്. ഏറ്റവും സ്ഥിരതയുള്ള മൂലകമാണിത്, ഗ്രാഫൈറ്റ്. നെക്സ്റ്റ്, കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ഐഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം?
ആൻസർ 1, 2, 1, 3, 4 ഇല്ലേ. SL പുരം സദാനന്ദന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ ഐഷയ്ക്ക്. അതുപോലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാടകരംഗത്ത് പ്രസിദ്ധ കലാകാരിയാണ് ആര്? നിലമ്പൂർ ഐഷ അല്ലേ. അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയായിരുന്നു? SL പുരം വരെ വേണ്ടല്ലേ. SL പുരം സദാനന്ദൻ പുരസ്കാരം, അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശസ്ത നാടകരംഗ പ്രശസ്ത കലാകാരിയാണ് നിലമ്പൂർ ഐഷയ്ക്ക്. SL പുരം കേരള സംഗീത നാടകവും അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഓർത്താൽ മതി 3. നെക്സ്റ്റ് ചോദ്യം. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ യോജിച്ചവ കണ്ടെത്തുക. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഇതാണ്. ഓപ്ഷൻ A ആണ് ആൻസർ. ചേരുമ്പടി വന്നേക്കുന്ന ആരൊക്കെയുള്ളൂ? സുനിൽ ഗവാസ്കറിൻ്റെയാണ് സണ്ണി ഡേയ്സ് അല്ലേ. നെക്സ്റ്റ് സൈന നെഹ്വാളിൻ്റെത് പ്ലേയിങ് ടു വിൻ. ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മളില്ല, ഇവരൊക്കെ നമ്മുടെ ക്രിക്കറ്റ് കായിക പ്രതിഭകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആത്മകഥകൾ, അവരുടെ എഴുത്തുകളും ഇത് കൂടാതെ ബാക്കിയുള്ളതും കൂടി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സൂചിപ്പിക്കുന്നത്. അതാണ്. അത് മാത്രം പഠിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള മറ്റ് ആളുകളുടെ ഇതിൻ്റെ കൂടെയുള്ള പ്രതിഭകൾ, മറ്റ് കായിക പ്രതിഭകളുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റായി വരുന്ന കായിക പ്രതിഭകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടി എഴുത്തുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ കൃതികൾ നമ്മൾ ലേഖനങ്ങൾ ഏതൊക്കെ പേരിലുണ്ടെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുക. സുനിൽ ഗവാസ്കർ, സണ്ണി ഡേയ്സ്. എന്നാൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യും. ഓക്കെ, സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് ആണ്. സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. ഇത് പണ്ട് പോലെ സുനിൽ നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് അറിയൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? നോവൽ, നോവലിസ്റ്റ്, ശരിയായ ജോഡി ഏതൊക്കെയാണ്? ആൻസർ 1, 3 ശരിയായ ജോഡിയാണ്. ബുധിനി സാറ ജോസഫും അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ. ഓക്കെ, ഇത് റിപ്പീറ്റാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന സംഭവം എന്താ? റിപ്പീറ്റ് ചോദ്യമാണ് അല്ലേ. അഖിൽ പി ധർമ്മജൻ്റെയാണ് റാം കെയർ ഓഫ് ആനന്ദി ഉള്ളതും. ബുധിനി സാറ ജോസഫിൻ്റെ ഒക്കെ മറക്കൽ. സാറ ജോസഫിൻ്റെ ബുധിനിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ M കുഞ്ഞാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. 2, 3 ശരിയാണ് പ്രസ്താവന. കുഞ്ഞാമനെ നമ്മൾ വേറൊരു ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻസർ ഓപ്ഷൻ C ആണ്. അതായത് എതിരെന്ന കുഞ്ഞാമൻ്റെ കാര്യം പറയും. കുഞ്ഞാമൻ. ഓക്കെ, എതിരെന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ദീർഘകാലം അദ്ദേഹം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു അല്ലേ. എതിരെന്ന ആത്മകഥ കുഞ്ഞാമൻ്റെ ആണെന്ത്? എതിരെന്ന ആത്മകഥ. ഈ 2 ഫാക്റ്റുകളും ഒന്ന് ഓർമ്മയിൽ എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്. ആൻസർ നമുക്കറിയാതാണ്. ആൻസർ ഓപ്ഷൻ B ഡിസംബർ 10 സാർവദേശിക മനുഷ്യാവകാശ ദിനമെന്ന് അറിയപ്പെടുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ കാലാവധി എത്രയാണ്? ആൻസർ ഇതാണ്. 3 വർഷമാണത് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ കാലാവധി 3 വർഷമാണ്. ഇത്രയും നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ.